പുതിയ GST സ്ലാബുകൾ നിലവിൽ വന്നു. ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം വാങ്ങുന്ന സാധനങ്ങൾ അവയുടെ എല്ലാം വില വിപണിയിൽ കുറഞ്ഞു തുടങ്ങി. പക്ഷേ സംസ്ഥാന സർക്കാർ ആശങ്കയിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന നഷ്ടം അതാണ് അവരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതുമായി പ്രാഥമിക പഠനം നടത്തിയത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ KJ ജോസഫ് സാർ, നമ്മുടെ നിലവിലെ പ്രാഥമിക പഠനത്തിൽ ഒരു വർഷം നമുക്ക് എങ്ങനെയാണ് പുതിയ GST സ്ലാബിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത? ഈ പുതിയ GST പരിഷ്കരണം തീർച്ചയായും അനിവാര്യമായിരുന്നു. 8 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പരിഷ്കരണം വരുത്തുമ്പോൾ പല തലങ്ങളിലും മാറ്റങ്ങൾ ആവശ്യമായിരുന്നു എന്നിരിക്കെ മാറ്റങ്ങൾ ഇപ്പോൾ നാം കാണുന്നത് GST നിരക്കുകളിൽ മാത്രമാണ്. നമ്മളുടെ 33% വരുമാനം കിട്ടിയേക്കുന്നത് 28% ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. ഈ 28-നെ കുറച്ച് 18-ലേക്കും 12-ലേക്കും കുറേ ഉൽപ്പന്നങ്ങളുടെ 40-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് നെറ്റ് ഇഫക്റ്റിൻ്റെ ആയിട്ട് ഏതാണ്ട് 3900 കോടി രൂപ ഈ ഒരു സ്ലാബിൽ തന്നെ നമുക്ക് കുറവുണ്ടാകും. 28% എല്ലാ സ്ലാബിൽ നിന്നും കൂടി ഏതാണ്ട് 7804 കോടി രൂപയുടെ നഷ്ടം നമുക്കുണ്ടാകാം എന്നുമാണ് ഞങ്ങളുടെ പഠനം കാണിക്കുക. ഈ നഷ്ടമെന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ്. സർവീസുകളുടെ കേസിലും അപ്പം ഇൻഷുറൻസിലൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അതിന് കൊണ്ട് മൊത്തം നഷ്ടം ഇതിൽ കൂടിയിരിക്കുവാനേ സാധ്യതയുള്ളൂ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഇതിന് ഷോർട്ട് റൺ ആയിട്ടുള്ള ഒരു എന്നാ പറഞ്ഞാലും ദർ വിൽ ബി ഷോർട്ട് റൺ പെയിൻ, ദർ മൈറ്റ് ബി ലോങ് റൺ ഗെയിൻ. ആ ദീർഘകാലത്ത് നമുക്ക് നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഈ വിലക്കുറവ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. മറ്റ് കാര്യങ്ങൾ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്ലാബാണ്. ഒന്ന് 5-ഉം ഒന്ന് 12-ഉം വരുന്നത്. ആ സ്ലാബുകളിൽ നിന്ന് നമ്മുടെ ഒരു വരുമാനത്തിലെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? അത് എങ്ങനെ കുറയുന്നുണ്ട്? നമ്മുടെ 5-ൽ നിന്നും 0 ആകുന്ന വഴിയിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ കുറവാണ്. ഏതാണ്ട് 1100 മറ്റാ വരുന്നുണ്ട്. 18-ൽ നിന്ന് 11-ലേക്ക് പോകുന്നതിനാണ്ട് 1900 കോടി രൂപയോളം നഷ്ടം വരുന്നുണ്ട്. ഓരോ സ്ലാബിൻ്റെയും എസ്റ്റിമേറ്റ് ഞങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ ഈ വില കുറയുമ്പോൾ സ്വാഭാവികമായി ഈ പണം വിപണിയിലേക്ക് എത്തുകയും പർച്ചേസിങ് കപ്പാസിറ്റി കൂടുകയും അത് സ്വാഭാവികമായി വിപണിയിലേക്ക് എത്തുന്നതിനനുസരിച്ച് കൂടുതൽ പർച്ചേസിങ് നടക്കുകയും അത് ടാക്സായി മാറുകയും ചെയ്യുന്ന ഒരു ഫോർമുല പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായി അങ്ങനെ നമുക്ക് കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനനുസരിച്ച് ഈ നഷ്ടം നികത്തുക അതിനുള്ള സാധ്യതയുണ്ട്. റിയലി ഐ തിങ്ക് യു ആർ സെയിങ് ദി ടെക്സ്റ്റ് ബുക്ക് ഇക്കണോമിക്സ്. ഇതിനാണ് ടെക്സ്റ്റ് ബുക്ക് ഇക്കണോമിക്സ് എന്ന് പറയും. ടെക്സ്റ്റ് ബുക്ക് ഇക്കണോമിക്സും റിയൽ ഇക്കണോമിക്സും എനിക്ക് വളരെ വ്യത്യാസമുണ്ട്. അതത് സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വരുമാനം കൂടി എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വരുമാനം കൂടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും 1 കിലോ തേയില വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ 2 കിലോ തേയിലയാക്കാൻ പോകുന്നില്ല. ഒരു കാറിലോ 2 കാറാക്കാൻ പോകുന്നില്ല. വരുമാനം കൂടുമ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് ഓക്കെ ലെറ്റ് മീ ടേക്ക് എ ട്രിപ്പ് ടു യൂറോപ്പ്, അങ്ങനെ ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള പല സ്ലാബ് എടുക്കുമ്പോഴത്തേക്കും തീരെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ വരുമാനം കൊണ്ട് അടുത്ത സ്ലാബിലേക്ക് പോകാനുള്ള വർധന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 28-ൽ നിന്നും 2017 നവംബറിൽ ഏതാണ്ട് 230 പ്രോഡക്ട്സിൻ്റെ റേറ്റ് 28-ൽ നിന്ന് 18-ലേക്ക് കുറച്ചായിരുന്നു. അതിൻ്റെ യാതൊരു ഗുണവും കൺസ്യൂമേഴ്സിന് കിട്ടില്ല. ഞങ്ങളുടെ വേറൊരു പഠനം അതാണ് കാണിക്കുക. പക്ഷേ വേറെ വ്യത്യാസമുണ്ട്. അന്ന് ഇതാരും അറിഞ്ഞില്ല. ഇന്നൊരു ഗുണമുണ്ട്. ഈ റേറ്റ് കുറഞ്ഞ കാര്യം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ അറിഞ്ഞതുകൊണ്ട് കൺസ്യൂമേഴ്സിന് വില കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, GST നിയമം അനുസരിച്ച് ആൻറ്റി പ്രോഫിറ്റിയറിങ് ക്ലോസസ് ഉണ്ട്. അത് ഇതുവരെ നമ്മൾ തൊട്ടിട്ടില്ല. ആ ക്ലോസിനെ ഇൻവോക്ക് ചെയ്യാതാണ് നമ്മൾ ഈ റിഫോം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ അന്ന് പ്രാഥമിക പഠനം നടത്തിയപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് ചെയ്തത് നമ്മൾ ടാക്സിൽ കുറവ് വരുന്ന അവരുടെ വില MRPയിൽ മാറ്റുകയാണ് ചെയ്തത് അല്ലേ? അങ്ങനെയുള്ള ഒരു പഠനം നടത്തിയത് ഞങ്ങൾ അത് വളരെ 2 രീതിയിലുണ്ട്. 2 പഠനമാണ് നടന്നത്. ഒന്നാമത്തെ അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ, അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ അക്രോസ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ്, അതെങ്ങനെ ഈ GST പോസ്റ്റ് GST മാറി, അതിൽ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. രണ്ടാമത്തെ പിന്നെ വേറെ ചില ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിൻ്റെ 10-30 പ്രോഡക്ട്സിൻ്റെ എടുത്ത് നോക്കി, എന്നിട്ടും വിലയിൽ വ്യത്യാസം കണ്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം വിലയിൽ ടാക്സിലുണ്ടാകുന്ന മാറ്റം വിലയിൽ മാറണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷുഡ് ബി കോമ്പറ്റിറ്റീവ്.
അപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് ഇന്ത്യയിലെ മാർക്കറ്റുകളൊന്നും കോമ്പറ്റിറ്റീവ് അല്ലെന്നും മൊണോപ്പൊളിസ്റ്റിക് പവർ ഉണ്ടോയെന്നുള്ള കാര്യം പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആൻറ്റി പ്രോഫിറ്റിയറിങ്, ആൻറ്റി കോമ്പറ്റിറ്റീവ്, ആൻറ്റി മൊണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഇൻവോക്ക് ചെയ്യുകയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യേണ്ടത്. ഇതുവരെ ആ രീതിയിൽ ഒന്നും മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നിലവിൽ നമുക്ക് 40% ഒരു ലോട്ടറിയുടെ നികുതി, ഒപ്പം പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ. പക്ഷേ അതൊന്നും വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. യു ആർ റൈറ്റ്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു രാജ്യവും ഒരു സംസ്ഥാനവും നമ്മൾ ആൾക്കാരെല്ലാം കൂടുതൽ സിഗരറ്റ് വലിച്ച് സർക്കാരിന് പണം കൊടുക്കണമെന്നും എല്ലാവരും ലോട്ടറി കൂടുതൽ മേടിച്ച് ലോട്ടറി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല. അത് ആകെപ്പാടെ 12,000 കോടി രൂപയുടെ വരുമാനമുണ്ടെങ്കിൽ അതിൽ 11,000 കോടിയുടെ ചിലവുണ്ട്. പോയിട്ട് 1000 കോടി രൂപയുടെ ചെറിയ ലാഭമാണ് നമുക്കുള്ളത്. നെറ്റ് റവന്യൂ അതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇത് സാധാരണ വളരെയധികം നിരാലംബരായ ലെസ് പ്രിവിലേജ് ആയിട്ടുള്ള, ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് ഒരു ജീവനോപാധിയാണ്. ആ രീതിയിലാണ് തീർച്ചയായും നമ്മളെപ്പോലുള്ളൊരു സമൂഹം ലോട്ടറിയെ കാണേണ്ടത്. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും അത് 40 ആക്കാനും അതിനിപ്പോൾ 60 ആക്കാനും ആ ഒരു നയം ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ നഷ്ടം നികത്താൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ പഠന റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്? നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ വി ഹാവ് ടു ബി ഓപ്റ്റിമിസ്റ്റിക്. ഇൻ ദി ലോങ് റൺ കാര്യങ്ങൾ മാറി എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അത് ലോങ് റണ്ണിൽ മാറുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കെയ്ൻസ് പറഞ്ഞ പോലെ ഇൻ ദി ലോങ് റൺ യു ആർ ഓൾ ഡെഡ്. ഈ ഗവൺമെൻറ് കാണാൻ നിർബന്ധമില്ല. ഷോർട്ട് റൺ ദർ വിൽ ബി ഡിഫിക്കൽട്ടി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവർ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് അംഗീകരിച്ച സാഹചര്യത്തിൽ ഒന്നാമത്തെ അവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, ആ ഡിഫിക്കൽട്ടി ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ പ്രത്യേക സാഹചര്യം കൊണ്ട് നമുക്ക് കൂടുതൽ യു വിൽ ബി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് മോർ. അതുകൊണ്ട് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് GST കൗൺസിൽ ചർച്ച ചെയ്ത്, അതും ഓവർനൈറ്റ് വന്ന് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു GST കൗൺസിലൊക്കെ ഉള്ളപ്പം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതൊരു ഡിക്റ്റേറ്റർ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചർച്ച ചെയ്ത് നടത്തണം എന്നാണ് നമ്മൾ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാനാകുമെങ്കിലും നിലവിലെ നഷ്ടം അത് പരിഹരിക്കാൻ GST കൗൺസിൽ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുമുണ്ട്. ജിഷ്ണു, ഒപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.